സോ ഈ ഒരു വീഡിയോയിൽ നമുക്ക് പൈത്തണിൽ സ്റ്റാൻഡേർഡായിട്ട് അതിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ നമുക്ക് ഡേറ്റ ഹാൻഡ്ലിങ്ങിനായിട്ട് വേരിയസ് ടൈപ്സ് ഓഫ് ഡേറ്റ നമുക്ക് പൈത്തണിൽ റീഡ് ചെയ്യേണ്ട ആവശ്യം വരും. അത് ചിലപ്പം നമ്മൾ ഡയറക്റ്റായിട്ട് ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന ഡേറ്റ ആവാം, അല്ലെങ്കിൽ ചിലപ്പം ടെക്സ്റ്റ് ഫയൽസ്, റോ ടെക്സ്റ്റ് ഫോർമാറ്റിലുള്ള ഫയൽസ് ആവാം, അല്ലെങ്കിൽ CSV എക്സൽ ഫയൽസ് പോലത്തെ ഫയൽസ് ആവാം, ഡേറ്റ ബേസിസിൽ നിന്നുള്ള ഡേറ്റ ആവാം, ഇനി ഇമേജസ് ആവാം, ഓഡിയോ ആവാം, വീഡിയോ ആവാം. സോ ഒരുപാട് ടൈപ്പ് ഓഫ് വെറൈറ്റി ഓഫ് ഫയൽ ഫോർമാറ്റ്സ് നമുക്കുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്കത് എഫിഷ്യൻ്റായിട്ട് റീഡ് ചെയ്യാനും അത് ഡേറ്റ ആക്സസ് ചെയ്യാനും ഒക്കെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് പൈത്തണിൽ അവൈലബിൾ ആണ്. അതെല്ലാം ഏതൊക്കെയാണ്, അതിന് സ്റ്റാൻഡേർഡായിട്ട് യൂസ് ചെയ്യുന്ന കോമൺ ആയിട്ട് വരുന്ന ലൈബ്രറീസ് ഏതൊക്കെയാണ്, ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ലൈബ്രറീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്താണെന്ന് നോക്കാം. ഡയറക്റ്റ് യൂസറിൽ നിന്നുള്ള ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് നിങ്ങൾക്കറിയാമായിരിക്കും, സിമ്പിൾ പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നതാണ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്. ഓക്കെ, ഇതുപോലെ നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് അകത്ത് നമ്മൾ ഡബിൾ കോട്ട്സ് അല്ലെങ്കിൽ സിംഗിൾ കോട്ട്സിൽ സ്ട്രിങ് ആയിട്ടാണ് നമുക്ക് വരേണ്ട മെസ്സേജ് കൊടുക്കുന്നത്. ഇനി ഇത് ഡയറക്റ്റ് ഒരു സ്ട്രിങ് ആവാം, അല്ലെങ്കിൽ ഒരു നമ്പർ ആവാം, ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആവാം, അല്ലെങ്കിൽ ഒരു വേരിയബിൾ കൂടെ ആവാം. പക്ഷേ വേരിയബിളായിട്ട് കൊടുക്കുമ്പോൾ ഈ സ്ട്രിങ്ങിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഈ ഒരു വേരിയബിളിൻ്റെ അകത്ത് നമുക്ക് പ്രിൻ്റ് ചെയ്യേണ്ട വാല്യൂ ഉണ്ടാവണം എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ കൊടുത്ത പോലെ ഒരു മെസ്സേജ് ഇതുപോലെ, അല്ലെങ്കിൽ ഒരു സ്ട്രിങ് ഒരു A എന്ന് പറയുന്നൊരു വേരിയബിളിൽ സ്റ്റോർ ചെയ്തിട്ട് അതാണ് പ്രിൻ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് ഡയറക്റ്റായിട്ട് ആ മെസ്സേജ് ഇവിടെ വരും. അതല്ല, ഇതിൻ്റെ അകത്ത് സ്ട്രിങ്ങിന് പകരം ഒരു നമ്പർ ആയിരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സ്റ്റിൽ ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഓർ ഇൻറ്റിജർ വാട്ടെവർ എന്താണോ ആ വേരിയബിളിനകത്തുള്ളത് അതായിരിക്കും നമുക്ക് പ്രിൻ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡേർഡ് പ്രിൻറ്റിംഗ് മെസ്സേജ് വരുന്നത് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇത് പൈത്തണിലെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് മെത്തേഡാണ്. ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് മെത്തേഡ് എന്താണെന്ന് നോക്കാം. യൂഷ്വലി പൈത്തണിൽ ആ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് മെത്തേഡ് നമ്മൾ ചെയ്യുന്നത് ഇൻപുട്ട് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ എനിക്ക് ഒരു ഡേറ്റ ഓർ സം ഇൻഫർമേഷൻ ഫ്രം യൂസർ നമുക്ക് റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻപുട്ട് എന്നുള്ളൊരു ഫംഗ്ഷൻ വിളിക്കുകയായിരിക്കും ചെയ്യുന്നത്. ഇപ്പോൾ ഡയറക്റ്റായിട്ട് ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ടെക്സ്റ്റ് ബോക്സ് വന്ന് നിൽക്കും. ഇവിടെ ഒരു റണ്ണിങ് പോലെ ഒരു ആക്ഷൻ കാണിക്കും. നമ്മൾ ഗൂഗിൾ കൊലാബിലാണെന്നുണ്ടെങ്കിൽ ജൂപ്പിറ്റർ നോട്ട്ബുക്കിലും സിമിലർ ആയിട്ടൊരു ടെക്സ്റ്റ് ബോക്സ് ആയിരിക്കും വരുന്നത്. VS കോഡ് നമ്മുടെ ID മാറുന്നതനുസരിച്ച് നമ്മൾ ഏത് ID ആണോ യൂസ് ചെയ്യുന്നത് അതനുസരിച്ച് ചിലപ്പോൾ ഈ ടെക്സ്റ്റ് ബോക്സിൻ്റെ പൊസിഷൻ ചിലപ്പോൾ ടോപ്പിലായിരിക്കാം, അല്ലെങ്കിൽ ഏറ്റവും താഴെയായിരിക്കാം, അല്ലെങ്കിൽ ടെർമിനലിലായിരിക്കാം, അങ്ങനെയൊക്കെ വരാം. പക്ഷേ സ്റ്റിൽ ഇങ്ങനെ ഒരു ബോക്സ് വന്ന് കേഴ്സർ ബ്ലിങ്ക് ചെയ്ത് നിൽക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഈ പൈത്തൺ ഇൻ്റർപ്രെറ്റർ നമ്മളെ കയ്യിൽ നിന്നൊരു ഇൻപുട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ കേഴ്സർ വന്നിരുന്ന ലൊക്കേഷനിൽ നമുക്ക് എന്ത് ഇൻപുട്ട് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ അതൊരു നമ്പർ ആവാം, അല്ലെങ്കിൽ സ്ട്രിങ് ആവാം, ആൽഫ ന്യൂമറിക് ക്യാരക്ടേഴ്സ് വരുന്ന ലെറ്റേഴ്സ്, ഡിജിറ്റ്സ്, സിമ്പിൾസ് ഒക്കെ വരുന്ന എന്ത് ഇൻപുട്ടും നമുക്കിവിടെ കൊടുക്കാം. സോ കറൻ്റ്ലി ഞാനത് മാത്രമേ കൊടുത്തുള്ളൂ. എനിക്കത് തന്നെ തിരിച്ച് പ്രിൻ്റ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. ഇനി സപ്പോസ് ഇങ്ങനെ വരുമ്പോൾ എനിക്കതൊരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ ഒരു വേരിയബിളിലോട്ട് ഇക്വേറ്റ് ചെയ്തിട്ട് കൊടുക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ ഞാൻ കൊടുക്കുന്ന ഇൻപുട്ട് ഡയറക്റ്റ് ആ വേരിയബിളിൽ സ്റ്റോർ ആവുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ബോക്സ് വരുമ്പോൾ അതിൻ്റെ കൂടെ നമുക്കൊരു മെസ്സേജ് കൂടെ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു സ്ട്രിങ് അതിൻ്റെ അകത്ത് പാസ് ചെയ്യാം. എൻ്റർ യുവർ നെയിം എന്ന് പറഞ്ഞ് ഒരു കോളനം ഇട്ട് ഒരു സ്പേസിന് ശേഷം നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റേണ്ട രീതിയിൽ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ കൊടുക്കാം. അതിനുശേഷം നമ്മൾ കൊടുക്കുന്ന വാല്യൂ പ്രിൻ്റ് ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റും കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു സെല്ല് ഞാൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ എൻ്റർ എ നെയിം, എൻ്റർ യുവർ നെയിം എന്ന് പറഞ്ഞൊരു മെസ്സേജ് വരുന്നു. അതിനുശേഷം ഈ കോളന് ശേഷം ആ ടെക്സ്റ്റ് ബോക്സ് അപ്പിയർ ചെയ്യുന്നു. ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്യാം. സോ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന വാല്യൂ ഈ പറയുന്ന X എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ആവുകയും അത് നമ്മൾ പ്രിൻ്റ് ചെയ്ത് കാണുകയാണ് ചെയ്യുന്നത്. X ഡയറക്റ്റ് പ്രിൻ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വാല്യൂ കിട്ടുകയും ചെയ്യും. ഇനി ഇവിടെ നമ്മൾ നെയിം എന്നാണ് ചോദിച്ചത് എന്നുണ്ടെങ്കിലും നമ്മൾ സപ്പോസ് ഇവിടെ ഒരു നമ്പറാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം. സോ ഞാനിവിടെ 20 എന്ന് പറഞ്ഞൊരു നമ്പർ കൊടുക്കുകയാണ്. അപ്പോൾ സംഭവിച്ചത് Xൻ്റെ അകത്ത് നമ്മൾ കൊടുത്ത നമ്പറാണ് സ്റ്റോർ ആയത്, എന്നിട്ട് അത് പ്രിൻ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻപുട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ കൊടുക്കുന്ന
ഡേറ്റ അത് ഡിജിറ്റ് ആയാലും ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആയാലും സ്ട്രിങ് ആയാലും എല്ലാം സ്ട്രിങ് ആയിട്ട് തന്നെയാണ് അതിൽ സ്റ്റോർ ചെയ്യുന്നത്. അതൊന്ന് വെരിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഡേറ്റ ടൈപ്പ് ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. പ്രിൻ്റ് എക്സും അതിൻ്റെ കൂടെ പ്രിൻ്റ് ടൈപ്പ് ഓഫ് എക്സും കൊടുക്കാം. സോ ഞാൻ ആദ്യം ഒരു പേര് തന്നെ കൊടുക്കുവാണ്. സോ പേര് കൊടുത്തപ്പോൾ എനിക്ക് ജോൺ എന്ന ഇൻപുട്ടാണ് കൊടുത്തത്, അത് തന്നെ പ്രിൻ്റ് ചെയ്ത് വന്നു. ക്ലാസ് സ്ട്രിങ് എന്ന് പറഞ്ഞാണ് വരുന്നത്. നേരെ മറിച്ച് ഞാനിവിടെ 20 എന്ന് പറയുന്ന നമ്പറാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ 20 തന്നെ പ്രിൻ്റ് ചെയ്ത് വരും. പക്ഷേ ഡേറ്റ ടൈപ്പ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ കൊടുത്തത് 20 ആണെങ്കിൽ പോലും അത് സ്ട്രിങ് 20 ആയിട്ടാണ് സ്റ്റോർ ആവുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ബൈ ഡിഫോൾട്ടായിട്ട് ഇൻപുട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ ഒരു സ്ട്രിങ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. നമുക്ക് നമ്പറായിട്ട് വേണ്ട സിറ്റുവേഷൻസിൽ നമ്മളതിനെ ടൈപ്പ് കാസ്റ്റ് ചെയ്ത് ഇൻറ്റിജറാക്കി മാറ്റണം. അതിന് ചെയ്യേണ്ടത് നമ്പറായിട്ട് വേണ്ട സിറ്റുവേഷനിൽ ഇപ്പം ഏജാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഇൻപുട്ട് നമുക്ക് എക്സിൽ സ്റ്റോർ ചെയ്തതിന് ശേഷം നമ്മളതിനെ ഡേറ്റ ടൈപ്പ് കൺവേർഷൻ ചെയ്യുക. അതായത് എക്സ് ഈക്വൽ ടു ഇൻറ്റിജറാക്കി മാറ്റാനുള്ള ഒരു ലൈൻ കൂടെ എഴുതണം. വേണമെങ്കിൽ ഒറ്റ ലൈനിൽ ഇവിടെ തന്നെ നമുക്ക് ആ ഇൻഡ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ചെയ്യാം. ഞാനിപ്പം 2 ലൈനിലാണ് ചെയ്തത്. അതിനുശേഷം നമ്മളത് പ്രിൻ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടൻറ്റും അതുപോലെ ഡേറ്റ ടൈപ്പും നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇവിടെ നമ്മുടെ അസംഷൻ നമ്മൾ കൊടുക്കുന്നത് ഒരു ഡിജിറ്റ്സ് മാത്രമായിരിക്കും നമുക്ക് കൊടുക്കാൻ പറ്റുക. കൊടുത്താൽ മാത്രമേ ഈ ഒരു ഇൻഡ് ഓപ്പറേഷൻ, ഈ ഒരു കൺവേർഷൻ സക്സസ്ഫുള്ളി വരികയുള്ളൂ. ഓക്കെ, സോ ഇവിടെ ഞാൻ 20 ആണ് കൊടുത്തത്, അത് തന്നെ പ്രിൻ്റായി. ഡേറ്റ ടൈപ്പ് ചെക്ക് ചെയ്തപ്പോൾ ഇൻറ്റിജർ എന്ന് പറഞ്ഞ് കാണിക്കുകയും ചെയ്യുന്നു. അപ്പം ഈ ഫംഗ്ഷൻ ഇൻറ്റിജറിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് എപ്പോൾ വേണമെങ്കിലും ഫെയിൽ ആവാം. അതായത് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഇൻറ്റിജറായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻപുട്ട് ആയിരിക്കണം കൊടുക്കേണ്ടത്. അതായത് 20 എന്നോ അല്ലെങ്കിൽ 20.1 എന്നോ അങ്ങനെ എന്തെങ്കിലും ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഓർ ഇൻറ്റിജർ, അങ്ങനെ നമുക്ക് ഇൻറ്റിജറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വാലിഡ് ഇൻപുട്ട് കൊടുത്താൽ മാത്രമേ ഈ ലൈൻ തെറ്റില്ലാതെ വർക്ക് ചെയ്യുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്കതൊരു എററായിരിക്കും വരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിവിടെ AB10 അങ്ങനെയൊരു ഇൻവാലിഡ് കൊടുത്തു കഴിഞ്ഞാൽ അതൊരിക്കലും നമുക്ക് ഒരു ഇൻറ്റിജറായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ട്രിങ് ആൽഫ ന്യൂമറിക് ക്യാരക്ടേഴ്സിൻ്റെ ഒരു മിക്സാണ്. സോ അതുകൊണ്ട് തന്നെ ഞാനത് ചെയ്യുമ്പം ഇവിടെ ഒരു എറർ അടിക്കുന്നു. ഇവിടെ പറയുന്നുണ്ട് സെക്കൻഡ് ലൈനിലാണ് എറർ വരുന്നത്, ഇൻവാലിഡ് ലിറ്ററൽ ഇൻറ്റ് വിത്ത് ബേസ് 10. അതായത് നമുക്ക് A10 എന്ന് പറയുന്ന ഇൻപുട്ട് ഇൻറ്റിജറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഈ ഒരു ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമ്മൾ ഡേറ്റയുടെ ഇൻപുട്ട് എടുക്കുന്നതിനാണ് നമ്മൾ പൊതുവെ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് എന്ന് പൈത്തണിലെ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയാണ്. ഓക്കെ, അപ്പോൾ ബേസിക്കലി സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ് ഇൻ പൈത്തൺ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. പ്രിൻ്റ് നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്. അതിൽ തന്നെ പ്രിൻറ്റിൻ്റെ ചെറിയ വേരിയേഷൻസ്, കോമ ഇട്ട് പ്രിൻറ്റ് ചെയ്യുന്നത്, സ്പേസ് ഇട്ട് പ്രിൻറ്റ് ചെയ്യുന്നത്, പ്ലേസ് ഹോൾഡർ വെച്ച് പ്രിൻറ്റ് ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. പക്ഷേ അറ്റ് ദ വെരി ബേസിക് നമ്മൾ ഡേറ്റ ഹാൻഡിൽ ചെയ്ത് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട്, അല്ലെങ്കിൽ ഡേറ്റ അക്വിസിഷൻ നമുക്ക് പറയാം, അതായത് പല ഫോർമാറ്റിൽ നിന്നുള്ള ഡേറ്റ അക്വയർ ചെയ്ത് നമ്മുടെ ഡേറ്റ അനാലിസിസിന് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളിൽ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പിൽ വരുന്ന കാര്യമാണ് ഈ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും യൂസേജ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ഇത് എല്ലാ എക്സാമ്പിൾസും ട്രൈ ചെയ്ത് നോക്കുക, പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അതിൻ്റെ യൂസ് ഏതൊക്കെ സാഹചര്യത്തിൽ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് ആ ഒരു ഇൻസൈറ്റ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കട്ടെ.